സുഭിക്ഷമായ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം പിതാവ് മകനോടായി പറഞ്ഞു, മോനെ, നീ പോയി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും അയൽവാസികളെയും ഒക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഈ ഭക്ഷണം അവരോട് ഒരുമിച്ച് കഴിക്കാം. അത് കേട്ട മകൻ പുറത്തുപോയി തിരിച്ച് ആളുകളെയൊക്കെ കൂട്ടി വന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഉപ്പ അല്ലെങ്കിൽ പിതാവ് അവിടെ വന്ന സമയത്ത് പരിചയക്കാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള നേരത്തെ പറയപ്പെട്ട ആളുകളോ ഒന്നും ആ കൂട്ടത്തിൽ കണ്ടില്ല. ആ പിതാവ് മകനോട് ചോദിച്ചു, മോനെ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും അയൽവാസികളെയും ഒന്നും ഈ കൂട്ടത്തിൽ കാണാനില്ലല്ലോ, അവരെ നീ വിളിച്ചില്ലേ? മകൻ പറഞ്ഞു, ഉപ്പ, ഞാൻ പുറത്തുപോയി വിളിച്ചു. ഞാൻ വിളിച്ച രൂപം കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഞാനൊന്ന് കരഞ്ഞു വിളിച്ചു, ഞങ്ങളെ വീടിന് തീപിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഓടിക്കൂടിയ ആളുകളാണ് ഈ ആളുകൾ. അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നമ്മളുണ്ടാക്കിയ ഈ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ ഉപ്പ വിളിക്കാൻ പറഞ്ഞ ആളുകളേക്കാൾ അർഹത ഇവർക്കാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ആപത്ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഓടിക്കൂടിയവരാണവർ. അവരെ നമ്മൾ എന്നും ചേർത്ത് പിടിക്കണം. ഈ കഥയിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെക്കാളും അടുത്ത ബന്ധുക്കളെക്കാളുമൊക്കെ ഉപകാരപ്പെടുക, ചിലപ്പോൾ ചില ആപത്ഘട്ടങ്ങളിൽ നമുക്ക് സഹായമായി എത്തുക നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ കാണിക്കാതെ എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. താങ്ക് യു.